മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 13 വെള്ളി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ BJP ലക്ഷ്യമിടുന്നത് ഹിന്ദുത്വ ചിഹ്നങ്ങളാൽ സമൃദ്ധമായ സാംസ്കാരിക മേൽക്കോയ്മയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വന്ദേമാതരത്തെ ഒന്നാമതാക്കുന്നതിന് പിന്നിൽ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയേക്കാൾ പ്രാധാന്യം നൽകുന്ന പ്രോട്ടോകോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇരു ഗാനങ്ങളും ആലപിക്കേണ്ടി വരുന്ന സദസ്സുകളിൽ ഇനി മുതൽ ആദ്യം ചൊല്ലേണ്ടത് വന്ദേമാതരമായിരിക്കണം. അതും വിശ്വാസപരമായി ഏറെ വിവാദങ്ങൾ അടങ്ങിയിട്ടുള്ള 6 ഖണ്ഡങ്ങളും പൂർണ്ണമായി. പുതിയ ഉത്തരവോടെ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സർക്കാരുകളുടെയും ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ ഗീതത്തിൻ്റെ ആലാപനത്തിന് നിർബന്ധ സ്വരം വരികയാണ്. കുട്ടികളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രഭാതത്തിൽ പൂർണ്ണമായും കൂട്ടമായും ആലപിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. UP സർക്കാർ സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയിരുന്നു. അതവിടെ സൃഷ്ടിച്ചത് പാടുന്നവരും പാടാത്തവരും എന്ന വിഭജനമാണ്. രാജ്യമൊന്നാകെ കുട്ടികളുടെ അടക്കം ഹൃദയങ്ങളെ ഭിന്നിപ്പിച്ച് അപരത്വത്തിൻ്റെ സംഘർഷാവസ്ഥയിലേക്ക് ബോധപൂർവം നയിക്കുകയാണ് ഭരണകൂടം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വന്ദേമാതരം എന്നത് ദേശീയ ബോധത്തെ വൈകാരികമായി ഉത്തേജിപ്പിച്ച കേവലമൊരു ഗീതമല്ല, രൂക്ഷമായ കലാപങ്ങളുടെയും മതസാഹോദര്യത്തിനേറ്റ ചരിത്രപരമായ മുറിവുകളുടെയും അടയാളം കൂടിയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ ക്ഷാമവും കലാപവും പൊട്ടിപ്പുറപ്പെട്ട കലുഷിത കാലത്ത് രചിക്കപ്പെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലും അതിലെ 6 ചരണങ്ങളുള്ള പദ്യവും 150 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഘർഷങ്ങളുടെ പ്രതിധ്വനികൾ വഹിക്കുന്നുവെന്നത് ഖേദകരമല്ല. മുസ്ലിം ഭരണാധികാരികൾക്കും ബ്രിട്ടീഷ് അധികാരത്തിനുമെതിരെ ഒരു കൂട്ടം ഹിന്ദു സന്യാസിമാർ നടത്തുന്ന പോരാട്ടം വിഭാവനം ചെയ്ത ആ നോവലിൽ ദേശത്തെ ആരാധിക്കപ്പെടേണ്ട ദേവതയായി രൂപാന്തരീകരിക്കുകയായിരുന്നു. അതിൽ പ്രതിഫലിക്കുന്ന ഭാരതമാതാ സങ്കല്പം സ്വാതന്ത്ര്യ സമരകാലത്ത് സവർണ ഹിന്ദു മധ്യവർഗം രൂപപ്പെടുത്തിയ ദേശീയവാദ ഭാവനയ്ക്ക് അനുസൃതവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗാനത്തെ ചൊല്ലി 1930കളിൽ തന്നെ മുസ്ലിം സിഖ് മത പണ്ഡിതർക്കും സെക്യുലർ രാഷ്ട്രീയ നേതാക്കൾക്കും വിമർശനങ്ങളും ആശങ്കകളും ഏറെയായിരുന്നു. വിഗ്രഹാരാധനാപരമായ ദേശീയ പ്രതിച്ഛായ വിശ്വാസപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ഈ വിയോജിപ്പിനെ വിവേകത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് 1937 ആരാധനാമൂർത്തികളെ പരാമർശിക്കുന്നതും യുദ്ധാഹ്വാന സ്വഭാവമുള്ളതുമായ ഖണ്ഡികകൾ ഒഴിവാക്കി ആദ്യ ഭാഗത്തെ മാത്രം ദേശീയ ഗീതമായി സ്വാതന്ത്ര്യ സമര നേതാക്കൾ അംഗീകരിച്ചത്. ഇതിൽ വന്ദേമാതരത്തെ ഏറെ പ്രണയിച്ച ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ജനഗണമനയോടൊപ്പം വന്ദേമാതരത്തെയും ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമേ ഔദ്യോഗികമായി സ്വീകരിച്ചുള്ളൂ. ഇപ്പോൾ പൂർണ്ണ വന്ദേമാതരത്തെ മോദി സർക്കാർ ഔദ്യോഗികമാക്കുമ്പോൾ റദ്ദാക്കപ്പെടുന്നത് രാഷ്ട്രശില്പികളുടെ വൈവിധ്യങ്ങളുടെ ഒരുമയിലൂടെ രൂപപ്പെടുന്ന വിശാലമായ ദേശീയത കാഴ്ചപ്പാടാണ്. വന്ദേമാതരത്തെ ദേശീയഗാനമായ ജനഗണമനക്ക് മുമ്പ് പാടണം എന്ന നിബന്ധനയിലൂടെ BJP ലക്ഷ്യമിടുന്നത് ഹിന്ദുത്വ ചിഹ്നങ്ങളാൽ സമൃദ്ധമായ സാംസ്കാരിക മേൽക്കോയ്മയാണ്. വന്ദേമാതരത്തെ വീണ്ടും ഒരു ദേശസ്നേഹ പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണ് അവർ. ഒരു കാലത്ത് ആനന്ദമഠം വില്ലനായി ചിത്രീകരിച്ച മുസ്ലിമിനെ ഇന്ന് സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഇന്ത്യയിൽ ശത്രുവും ഇല്ലായ്മ ചെയ്യേണ്ട അപരനുമായി മുദ്രകുത്തുവാൻ ദേശീയഗീതം ആലപിക്കാത്തവർ എന്ന ഒറ്റ പ്രചാരണം മതിയാകും. രാജ്യമാണോ വിശ്വാസമാണോ വലുതെന്ന ചോദ്യം സർക്കാരുകളുടെ ഔദ്യോഗിക പരിപാടികളിൽ ഓരോന്നും സ്വാഭാവികതയോടെ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഭരണഘടനാ അനുച്ഛേദം 25 വിശദീകരിച്ചുകൊണ്ട് 1986 ബിജോയ് ഇമ്മാനുവൽ കേസിൽ ദേശീയ ഗാനാലാപനം പോലും ആരെയും നിർബന്ധിക്കരുതെന്ന സുപ്രീം കോടതിയുടെ മഹത്തായ വിധി ഉദ്ധരിക്കുന്നത് പോലും രാജ്യദ്രോഹമായി മാറുകയാണ്. വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികം അനുസ്മരിക്കുന്നതിനായി ഡിസംബർ 8 ലോക്സഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തിലും മുഴങ്ങിയത് രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന വിഭജനത്തിൻ്റെയും മതകാലുഷ്യത്തിൻ്റെയും ഓർമ്മകളിലേക്ക് നയിക്കുന്ന അപകടകരമായ വാക്കുകളായിരുന്നു. പുതിയ ചട്ടങ്ങളിലൂടെയും ഉത്തരവുകളിലൂടെയും ദേശീയതയുമായി ബന്ധപ്പെട്ട പഴയ തർക്കങ്ങളെ വീണ്ടും സജീവമാക്കി വിഭജന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര അധികാര തണലിൽ സംഘപരിവാർ. ആസന്നമായ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വന്ദേമാതരം കാർഡ് കളിക്കുന്നത് അവിടെ ഹിന്ദു മുസ്ലിം ഏകോപനത്തെ തകർക്കാൻ ഉപകരിക്കുമെന്ന ശൃഗാല ബുദ്ധി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ.
ഭരണഘടനാപരമായും നിയമപരമായും ഈ ഉത്തരവ് നിലനിൽക്കുമോ എന്ന സന്ദേഹം നിയമവിദഗ്ധർ ഉന്നയിക്കുമ്പോഴും രാജ്യത്തെ, വിശേഷിച്ച് ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകാൻ ഇത് കാരണമാകും എന്നതിൽ ആർക്കും സംശയമില്ല. ആനന്ദമഠവും വന്ദേമാതരവും ഒരിക്കൽ ബംഗാളിനെ വിഭജിക്കുന്നതിന് നിമിത്തമായതാണ്. വീണ്ടും അതേ ദൗത്യമാണോ വന്ദേമാതരത്തിന് ഹിന്ദുത്വ ഇന്ത്യയിൽ നിർവഹിക്കാനുള്ളത്? ദേശീയതയെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന കാര്യം രാജ്യം എപ്പോഴായിരിക്കും മനസ്സിലാക്കുക? മാധ്യമം പോഡ്കാസ്റ്റ്.